വേലിയേറ്റം കാരണം വെള്ളത്തിൽ ഇറങ്ങി കൂടുതൽ തിരച്ചിലിന് സാധ്യമാകാത്ത സാഹചര്യമായിരുന്നു. അതേ തുടർന്ന് അത് നിർത്തിവെക്കുകയായിരുന്നു അഭിലാഷ് ഇപ്പോൾ ഡ്രഡ്ജർ പുറപ്പെടുന്നു. കാർവാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഷിരൂരിലേക്ക് ഇന്ന് അർദ്ധരാത്രിയോടെ എത്തുന്നു. നാളെ പുലർച്ചയോടെ തിരച്ചിൽ തുടങ്ങുക എന്നത് തന്നെയാണ്. ഇതിപ്പോൾ കാലാവസ്ഥ അനുകൂലമായാലും പ്രതികൂലമായാലും തിരച്ചിൽ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രഡ്ജർ എന്ന് കരുതാനാകുമോ? വേലിയിറക്ക സമയത്താകും ഈ ടഗ് ബോട്ടുകൾ ഇറക്കുക എന്ന് കേൾക്കുന്നു. പക്ഷേ അതിനുശേഷം കാറ്റും മഴയും ഉണ്ടായാൽ പോലും തിരച്ചിൽ സാധ്യമാകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഡ്രഡ്ജറിനെ സംബന്ധിച്ച് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രം എത്തിച്ചാൽ അതിൽ മറ്റുള്ള പ്രശ്നങ്ങളില്ല. കാരണം 5 നോട്ട് വരെ വേഗതയിൽ പുഴ ഒഴുകുകയാണെങ്കിൽ പോലും അവിടെ ഡ്രഡ്ജിങ് സാധ്യമാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ കാറ്റിന്റെ വേഗത എത്രത്തോളം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് ആ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എത്തേണ്ടുന്ന ഡ്രഡ്ജർ ഇന്നിപ്പോൾ ഈ സമയത്തോളം വൈകുന്നത്. ഏതായാലും ഇന്നലെ കാറ്റിന്റെ വേഗത 10 നോട്ടിലേറെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഇന്നലെ ഈ കാർവാറിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്ററോളം അകലെ തീരത്തോട് അടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കാറ്റിന്റെ വേഗത കുറഞ്ഞതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഈ ഡ്രഡ്ജർ വെസൽ ഈ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയോട് കൂടി തന്നെ വേലിയിറക്ക സമയം ഉണ്ടാകും. ആ വേലിയിറക്ക സമയത്ത് ഈ ഡ്രഡ്ജർ ഈ പുഴയിലേക്ക്, ഗംഗാവാലി പുഴയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് ഈ നാവികസേനയുടെ അനുമതി ലഭ്യമാകേണ്ടതുണ്ട്. അതിന് ചില ഘടകങ്ങളുണ്ട്. അതായത് കാലാവസ്ഥ അനുകൂലമാകണം, അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല, സൈനികമായുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ അതിജീവിച്ച് വേണം ഇതിന് കാര്യങ്ങളൊക്കെ അനുമതി ലഭിക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ സംബന്ധിച്ച് കാലാവസ്ഥ പൂർണ്ണമായും അനുകൂലമാണ്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായ അനുമതി ലഭ്യമായിട്ടുണ്ട്. നാവികസേനയും ഇതിനുള്ള അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ ഒരു സാധ്യത നിലവിലുള്ള അല്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിലുള്ള ക്ലിയറൻസ് അടക്കം ലഭ്യമാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ നാവികസേനാംഗങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ള വിവരമാണ് അവർ അറിയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഇപ്പോൾ നമ്മൾ അല്പസമയങ്ങൾക്ക് മുമ്പ് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ നാവികസേനയ്ക്ക് ഇക്കാര്യങ്ങളുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ക്ലിയറൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ, ആ അനുമതി പത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നൽകാനുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഉച്ചയ്ക്ക് 2 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുകയും ചെയ്യും. അങ്ങനെ അവലോകന യോഗം ചേരുകയാണെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള ആളുകളെ സഹായം തേടുന്നതിനൊപ്പം ഈ ഡ്രഡ്ജർ വെസൽ ഉടൻ തന്നെ ഈ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും ആരംഭിക്കുമെന്നതിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഗംഗാവാലി പുഴയുടെ പ്രത്യേകതയുണ്ട്. ആ പുഴയുടെ അടിഭാഗത്ത് വലിയ തരത്തിലുള്ള മരക്കഷ്ണങ്ങളുണ്ട്. ആ മരക്കഷ്ണങ്ങൾ നീക്കേണ്ടതുണ്ട്. വലിയ തരത്തിലുള്ള പാറക്കെട്ടുകളുണ്ട്. ഈ പാറക്കെട്ടുകളൊക്കെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഡ്രഡ്ജറിന്റെ ഈ കൈകൾ ഉപയോഗിച്ച്, അവിടെ ഭിത്തികൾ ഉപയോഗിച്ച് അവിടെ നിന്ന് മണ്ണ് ഇളക്കി ശക്തി ചെയ്ത് പുറത്തേക്ക് വലിച്ച് തള്ളുന്ന ഒരു രീതിയായിരിക്കും അവലംബിക്കുക. അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ കല്ലുകളും പാറക്കെട്ടുകളും അതോടൊപ്പം തന്നെ മരക്കഷ്ണങ്ങളും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് സംശയമുള്ളത്. ഏതായാലും ഇപ്പോൾ ഒരു ഘട്ടത്തിലുള്ള പ്രതിസന്ധികളൊക്കെ നമ്മൾ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഡ്രഡ്ജർ വെസൽ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഇത് മാത്രമാണ് ഇതിനൊരു വഴി എന്നുള്ളതാണ്. ഈ ദൗത്യത്തിൽ ഈ ഒരു പക്ഷേ ഇനി മറ്റൊരു വഴിയില്ല എന്നതാണ്. കാരണം ഡ്രഡ്ജർ എന്നുള്ള അവസാന പരീക്ഷണം കൂടിയാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. ആ ഡ്രഡ്ജർ ഈ ഗംഗാവാലി പുഴയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു പ്രതിസന്ധികളും മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഡ്രഡ്ജർ ഇപ്പോൾ ഈ കാർവാർ തീരത്തിൽ എത്തിയിരിക്കുന്നു. അല്പസമയത്തോ അല്ലെങ്കിൽ ഒരു 5 മണിക്ക് ശേഷമോ ഈ ഗംഗാവാലി പുഴയിലേക്ക് ഈ ഡ്രഡ്ജറിന്റെ യാത്ര തുടരും. അങ്ങനെയാണെങ്കിൽ രാത്രി തന്നെ ഈ ഡ്രഡ്ജർ ഗംഗാവാലി പുഴയിൽ ഷിരൂർ ഭാഗത്തേക്ക് തിരിക്കുകയും ചെയ്യും. ശരി, തിരച്ചിലേക്ക് കടക്കും ഉടനെ തന്നെ എന്നുള്ള പ്രതീക്ഷകളാണ്. ഇന്ന് രാത്രിയോടെ ഷിരൂരിലേക്ക് എത്തുന്ന ഡ്രഡ്ജർ നാളെ പുലർച്ചയോടെ തിരച്ചിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന.